ഈ ഒരു ബന്ധത്തിൽ ആരും എന്തൊക്കെ പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ എതിർപ്പുകളുണ്ടെങ്കിലും, നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ അതെല്ലാം സോൾവ് ചെയ്ത് അയാളുടെ ജീവിതത്തിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ ആ ഒരു പേഴ്സണ് കഴിയും. ആ പേഴ്സൺ അത്രയും നല്ലൊരു പവറുള്ളൊരു മനുഷ്യനാണ്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങൾ മാത്രമാണ് ആ ഒരു പേഴ്സൻ്റെ മൈൻഡിലുള്ളത്. അപ്പോൾ ആ ഒരു പേഴ്സൺ ഇട്ടിട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു പേഴ്സൺ ഇട്ടിട്ട് പോകത്തില്ല. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അത്രയും വളരെ നല്ലൊരു ഡെപ്തിലുള്ളൊരു ഇമോഷൻ ഉണ്ട്. അപ്പോൾ ഒരിക്കലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ ആ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല. നിങ്ങൾക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് അത്രയും ഇഷ്ടമാണ് നിങ്ങളോട്. ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. ആ ഒരു വ്യക്തിക്ക് നമ്മളോട് ഉള്ള സ്നേഹവും അയാളുടെ ഇമോഷൻസും ഒക്കെയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ റീഡിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് റീഡിങ്ങും ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരുടെ എനർജി ആയിട്ട് മാച്ച് ആവണമെന്നില്ല. ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് ഇത് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ, ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ ചെന്നതിൽ ആ വ്യക്തിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളോട് ആ വ്യക്തിക്ക് വളരെയധികം സ്നേഹമുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചറും നിങ്ങൾ ഒരുമിക്കാനും ഉള്ള എല്ലാ ഹാപ്പിനെസ്സും നിങ്ങളൊത്ത് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേണം. അതായത് എല്ലാ ആഘോഷങ്ങളും നിങ്ങളുമായിട്ട് ആഘോഷിക്കണം എന്ന ആ ഒരു വ്യക്തിക്ക് ആഗ്രഹമുണ്ട്. സോ ആ വ്യക്തിയുടെ കൂടെ ലൈഫിലും നിങ്ങളെ വേണമെന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങളായൊരു റിലേഷൻഷിപ്പൊക്കെ ആയതിനു ശേഷം മേ ബി പാരൻസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണോ വരുന്നത്, അതായത് ഔട്ട്സൈഡിൽ നിന്ന് പാരൻസിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് വരുന്നത്, അതായത് ഇതിൽ എഗൻസ്റ്റായിട്ട് ആരൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫേസ് ചെയ്യാൻ ആ വ്യക്തി വളരെയധികം തയ്യാറെടുത്താണ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ അയാളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങളെ കിട്ടാൻ വേണ്ടി ആ ഒരു പേഴ്സൺ എന്ത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷനെ നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു പേഴ്സൺ എൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളെ കിട്ടാൻ വേണ്ടി ആ ഒരു പേഴ്സൺ എന്ത് ഫൈറ്റ് വേണമെങ്കിലും ചെയ്യും. ഇപ്പോൾ ആ ഒരു പേഴ്സൺ മേ ബി നിങ്ങളുടെ ഫാമിലിയിലും അവരുടെ ഫാമിലിയിലും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെങ്ങനെ ഫാമിലിയിലുള്ള ആൾക്കാർ ഈ ഒരു റിലേഷൻ എങ്ങനെ പ്രതികരിക്കും എന്നൊരു വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ ഒരു വ്യക്തി. ബിക്കോസ് എന്ത് വന്നാലും നേരിടാൻ ഉള്ള ഒരു ധൈര്യം ഈ ഒരു വ്യക്തിക്കുണ്ട്. പിന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലെന്ന് പറയുകയാണെങ്കിൽ വളരെ സ്വീറ്റായിട്ടുള്ളൊരു ആളാണ്. എല്ലാം ജീവിതത്തിൽ ജോലിയും പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും എല്ലാം ബാലൻസ് ചെയ്ത് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ഈ ഒരു വ്യക്തിക്ക് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. വളരെ സമാധാനപരമായിട്ടും ഉള്ള ആ ജീവിതം ആഗ്രഹിക്കുന്നത്. അതുപോലുള്ള ആൾക്കാരോട് സംസാരിക്കാനും ഒക്കെയാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് അത്രയും ഡൗൺ ടു എർത്ത് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ എല്ലാവരോടും വളരെ എമ്പതായിരിക്കും. എല്ലാവരുടെയും വിഷമങ്ങൾ മനസ്സിലാക്കുകയും തിരിച്ച് സഹായിക്കുക, അങ്ങനത്തെ ഒരു നല്ലൊരു ക്യാരക്ടറിന് ഉടമയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ എനർജി നിങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഇഷ്ടമുണ്ട്. ബിക്കോസ് നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നൊരിതാണ്. അപ്പോൾ ആ ഒരു വ്യക്തിനെ ഇറിറ്റേറ്റ് ചെയ്യാനോ അങ്ങനെ യാതൊരു തരത്തിലും നിങ്ങളിൽ നിന്നും ആ പേഴ്സൺ ഒന്നും തന്നെ, അതായത് ഇറിറ്റേറ്റിംഗ് എനർജി ഒന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അയാളുടെ ക്യാരക്ടറിന് ഒത്തൊരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു എനർജി എടുത്ത് വെച്ച് ഈ ഒരു പേഴ്സൺ ഭയങ്കര ഹൈ എനർജി ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ അത്രയ്ക്കും വലിയൊരു രീതിയിലാണ്
ആ ഒരു പേഴ്സൺ കാണുന്നത്. അപ്പോൾ ഇതിന് ഇനി ആ ഒരു പേഴ്സണ് വേണ്ട എന്നൊരു ഫീലിങ്ങോ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ബിക്കോസ് അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഈ റിലേഷൻ, അപ്പോൾ നിങ്ങളെ കിട്ടാൻ വേണ്ടി എന്തും ആ ഒരു വ്യക്തി ചെയ്യും. അപ്പോൾ ആരൊക്കെ ഈ ഒരു റിലേഷൻ തകർക്കാൻ നോക്കിയാലും ആ ഒരു വ്യക്തി അതിൽ വീഴുമോ അല്ലെങ്കിൽ ആ കള്ളത്തരങ്ങളിലൊന്നും വിശ്വസിക്കുകയൊന്നും ചെയ്യില്ല. ബിക്കോസ് ആ പേഴ്സൺ ഇതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ വേണമെന്ന്. അപ്പോൾ അയാൾ നേരത്തെ തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു വ്യക്തി പോകത്തുള്ളൂ. അപ്പോൾ ആർക്കും ഈ ഒരു പേഴ്സൻ്റെ മൈൻഡ് ചേഞ്ച് ചെയ്യാനോ ഒരു നെഗറ്റീവ് തോട്ട്സോ കൊണ്ടുവരാൻ പറ്റില്ല. ബിക്കോസ് ഓൾറെഡി ആ ഒരു പേഴ്സണ് നിങ്ങളെ ലൈഫിൽ കൊണ്ടുവരണം, നിങ്ങളുടെ ഒപ്പം ഒരു ജീവിതമൊക്കെ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു ഡിസിഷൻ ആ ഒരു പേഴ്സൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ എനർജിയാണ്. അതായത് നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മൈൻഡിലിട്ട് ആലോചിക്കാതെ വെറുതെ നിങ്ങളുടെ ഇമോഷനെ ഡൗൺ ആക്കാതിരിക്കുക. നിങ്ങളെക്കുറിച്ച് തന്നെ ആലോചിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷൻസും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹവും ചുറ്റുമുള്ള ആൾക്കാർ എന്തൊക്കെ പറയുന്നു അതിനൊന്നും നിങ്ങൾ ചെവി കൊടുക്കാതെ നിങ്ങളേക്ക് തന്നെ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ബെറ്റർ ആവാൻ വേണ്ടി നിങ്ങൾ നോക്കുക. അപ്പോൾ അതിന് നിങ്ങൾ എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഹാപ്പിനെസ് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ദുഃഖിച്ചിരിക്കാതെ അല്ലെങ്കിൽ ഈ റിലേഷൻ നടക്കില്ല എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിന് കൂടുതൽ സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് നമ്മളോട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ചുറ്റുമുള്ള ആൾക്കാർ എന്ത് പറയണം എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ആ ഒരു പേഴ്സൺ നിങ്ങൾ ഇട്ടിട്ട് പോകുമോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ നടക്കുമോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾ വെറുതെ ആലോചിച്ച് കൂട്ടണം. അപ്പോൾ അതൊന്നും വേണ്ട എന്നാണ് ഇവിടെ നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ ബാലൻസാണ്. ആ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ എല്ലാം തന്നെ ബാലൻസ് ചെയ്തും എല്ലാം തന്നെ വളരെ നീറ്റായിട്ടും ഒക്കെ കൊണ്ടുപോകാൻ കഴിവുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പൈസ എങ്ങനെ ചിലവാക്കണം, ഫാമിലീനെ എങ്ങനെ കാണണം, ഫ്രണ്ട്സിനെ എങ്ങനെ കാണണം, ചുറ്റുമുള്ള ആൾക്കാരെ എങ്ങനെ കാണണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ എല്ലാവരെയും, അതായത് എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങോട്ട് നെഗറ്റീവായിട്ടുള്ള എനർജി കൊടുത്തും നമ്മളുടെ ബോഡിയിലുള്ള നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ കൊണ്ടുവന്ന് നമ്മളുടെ മൈൻഡിനെ നമ്മൾ വെറുതെ പ്രശ്നം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ വ്യക്തിക്ക് നല്ല ഒരു ധാരണയുണ്ട് ഈ റിലേഷൻ എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ. ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെ സ്നേഹം തന്നെയുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്ത് കൊടുത്തിട്ടും എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതൊക്കെ സോൾവ് ചെയ്ത് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരും. അപ്പോൾ പിന്നെ നിങ്ങൾ വെറുതെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ എനർജി വേസ്റ്റ് ചെയ്യാണ് വേണ്ടാത്ത ചിന്തകളുമൊക്കെ ചിന്തിച്ചുകൊണ്ട്. ബിക്കോസ് ആ ഒരു പേഴ്സൺ അത്രയ്ക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹം തന്നെയുണ്ട്. നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ഈ ഒരു പേഴ്സണ് എല്ലാം തന്നെ ബാലൻസ് ചെയ്തും എല്ലാം അത് വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന ആൾക്കാർ, അത് നിങ്ങൾക്ക് വേണ്ട ആൾക്കാർ, അവരുടെ അടുത്ത് പ്രോപ്പറായിട്ട് സംസാരിച്ച് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. അതായത് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളത് എന്ത് പ്രശ്നം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൂടെ വന്നാലും അതെല്ലാം സ്മൂത്തായിട്ട് സോൾവ് ചെയ്ത് കൊടുക്കുന്നു. അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൈൻഡുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അയാളുടെ ലൈഫിലും ഇതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അയാളത് വളരെ സ്മൂത്തായിട്ട്, അത് വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കിയല്ല, വളരെ സമാധാനപരമായിട്ടും സ്മൂത്തായിട്ടൊക്കെ ആ ഒരു പേഴ്സൺ അത് സോൾവ് ചെയ്ത് എടുക്കും. അപ്പോൾ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് ഒരുമിച്ച് നല്ല ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് നല്ല രീതിയിൽ ഒരു ബന്ധം കീപ്പ് ചെയ്യണമെന്നൊക്കെ വളരെ ആഗ്രഹിക്കുന്നൊരു പേഴ്സണാണ്. നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ ഫാമിലിയും അങ്ങനെ എല്ലാവരുമായിട്ട് ആരെയും അങ്ങനെ ഉപേക്ഷിച്ച് മാറ്റി നിർത്താനോ ഒന്നും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും കൂടെ വേണം ഈ ഒരു പേഴ്സൻ്റെ എന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ എനർജി തന്നെയാണ്. ആ ഒരു എനർജിയുടെ അകത്ത് നിങ്ങൾക്ക് ഇപ്പോഴും പേടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇയാളെ കിട്ടുമോ, ഇനി ഇത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് ഒക്കെ. അപ്പോൾ അതിനെ ഓർത്ത് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങളെ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ എത്താറായി, അതായത് നിങ്ങളുടെ ലൈഫിൽ ഉടൻ തന്നെ ഒരു മാരേജോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കാര്യം നിങ്ങൾക്ക് അടുത്ത് തന്നെ നിങ്ങളെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ച്
ടെൻഷൻ അടിച്ച് നിങ്ങളുടെ മൈൻഡും സോളും ഒക്കെ വെറുതെ ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾ സ്ട്രഗിൾ ചെയ്തും എടുത്തുമൊക്കെ വന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ കിട്ടാനും നിങ്ങൾ തമ്മിലുള്ളൊരു ജീവിതത്തിനും വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ചുമ്മാ ടെൻഷൻ അടിച്ച് നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളെ ഒന്നിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളാണ് ഇവിടെ വെറുതെ മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളിലേക്ക് തന്നെ വരും. ആ ഒരു പേഴ്സൺ നിങ്ങൾ ഡെഫിനറ്റ്ലായിട്ട് കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കണ്ടിന്യൂ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിന് യാതൊരുവിധ നിങ്ങൾ പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. പിന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ്ങും ബോൾഡുമായിട്ടുള്ള മനുഷ്യനാണ്. ജീവിതത്തിൽ എന്തും നേരിടാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ആ ഒരു വ്യക്തി ആ ഒരു പേഴ്സണ് അയാളുടെ ലൈഫിൽ നിങ്ങൾ വേണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. അപ്പോൾ അതോർത്ത് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട്. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ചും നിങ്ങൾ വെറുതെ എന്താ പറയുക ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിച്ച് ഇരിക്കുകയാണ്. സോ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഇഷ്ടമുണ്ടോയെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളിലോട്ട് തന്നെ വരും. ആ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുമൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ യൂണിവേഴ്സ് തരുന്നൊരു മെസ്സേജ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വെച്ച് നിങ്ങൾ ഈ ടെൻഷൻസും പേടിയും ഒക്കെ വെച്ച് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ നോക്കാതെ നിങ്ങൾക്കുള്ള ഇൻറ്റ്യൂഷൻസ് നിങ്ങളോട് നിങ്ങളുടെ ഇന്നർ വോയിസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് ടെൻഷൻ അടിക്കാതെ നിങ്ങളുടെ ഇന്നർ വോയിസിനെ കേൾക്കാനാണ് നമ്മളോട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിങ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.